ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 1 കൊരിന്തോസ് 15:58. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരും ആയിരിക്കുവിൻ. കർത്താവിൽ നമ്മുടെ ജോലി നിഷ്ഫലമല്ല. മാതൃകയായി വിശ്വാസികളുടെ ഒരു സമൂഹം തന്നെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ വിശുദ്ധ അൽഫോൻസാമ. സഹനത്തിലും രോഗത്തിലുമെല്ലാം കർത്താവിലുള്ള ജോലി നിഷ്ഫലമല്ല എന്ന ബോധ്യത്തോടെ അതിൽ അഭിവൃദ്ധി പ്രാപിച്ചു. വീണു പോകേണ്ട സാഹചര്യങ്ങളിലും വേദനയിൽ ഉഴലുന്ന സാഹചര്യങ്ങളിലും സ്ഥിരചിത്തയായി നിന്നു, അചഞ്ചലയായി നിന്നു. വലിയൊരു മാതൃകയല്ലേ ഇന്ന് അൽഫോൻസാമയെ ഓർക്കുമ്പോൾ? ആ മാതൃക നമ്മുടെ ജീവിതത്തിന് ശക്തി പകരട്ടെ. സഹനങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും കർത്താവിൽ നമ്മുടെ ജോലി നിഷ്ഫലമല്ല എന്ന ബോധ്യത്തോടെ അതിൽ അഭിവൃദ്ധി പ്രാപിക്കാം, സ്ഥിരചിത്തരായി നിൽക്കാം, അചഞ്ചലരായി നിൽക്കാം. അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. വിശുദ്ധ അൽഫോൻസാമയെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.